നമസ്കാരം. നല്ല മഴയുള്ള ഒരു ദിവസമാണിന്ന്. കാറിൻ്റെ പെയിൻറ്റിൻ്റെയൊക്കെ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയാൻ ഏറ്റവും ഉചിതമായ ദിവസം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കാർ സ്മൂത്തറിലാണ്. കാർ സ്മൂത്തർ എന്ന് പറയുന്നത് ഒരു കാർ ഡീറ്റെയിലിംഗ് ഷോപ്പാണ്. അപ്പോൾ മറ്റ് പല ഷോപ്പുകളിലും പോയപ്പോൾ കാണാത്ത ഒരു കാര്യം ഞാനിവിടെ കണ്ടു. അതെന്ന് പറയുന്നത് ഒരു വാഹന പ്രേമി അഥവാ ഒരു ഓട്ടോ എന്തൂസിയാസ്റ്റ് എന്ന് പറയാവുന്ന വിധത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ കരവിരുതുകളുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഷോപ്പിൽ കണ്ടു. ഫോർ എക്സാമ്പിൾ, ഈ ഒരു ജീപ്പിൻ്റെ ബോണറ്റ്, അതുമാത്രമല്ല ക്രാങ്ക് ഷാഫ്റ്റും ആ ഒരു വീലിൻ്റെ ഡിസ്കും ബെയറിങ്ങും കൂടി വെച്ചിട്ടുള്ള ഞാൻ ഇരിക്കുന്ന ആ ഒരു സ്റ്റൂൾ അല്ലെങ്കിൽ ചെയർ എന്ന് പറയുന്നത്. അതുമാത്രമല്ല അംബാസഡറിനെ മുറിച്ചിട്ട് സോഫയാക്കിയിട്ട് അകത്ത് നിന്ന് കാണിച്ചു തരാം. അങ്ങനെയുള്ള ഒരുപാട് കരവിരുതുകളുള്ള ഒരുപാട് വാഹനത്തിൻ്റെ ആസ്പെക്റ്റുകളുള്ള ഒരു ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇവിടെ കാർ ഡീറ്റെയിലിംഗ് ഷോപ്പാണെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഗ്രാഫൈൻ കോട്ടിങ്, അതുപോലെ സെറാമിക്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കേണ്ടതുണ്ട്, സംസാരിക്കേണ്ടതുണ്ട്. വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഇവിടെ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു ടൂർ നടത്താം. വരും. രാകേഷ്, വിനോദ്, ഞാനും ഒരു വണ്ടിപ്രാന്തൻ. അറിയാലോ, അത് കാണാണ്ട്. അപ്പോൾ അതിനു മുമ്പ്, അതായത് ഈ ഒരു കാർ സ്മൂത്തറിൻ്റെ കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അറിയേണ്ടത്, ഇവിടെ കുറച്ചധികം കൗതുകങ്ങളുടെ കാര്യങ്ങൾ ഞാൻ കണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, അംബാസഡറിൻ്റെ സോഫ, ഈ ഒരു ബോണറ്റ്, അകത്തിരിക്കുന്ന ട്രാക്ടറിൻ്റെ ഒരു ബോഡി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ പിന്നിൽ എന്താണ്, ഇത് എവിടെ നിന്നാണ് സംഘടിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, ആ ഒരു കാര്യം ആദ്യം പറയും. ശരിക്കും ഞങ്ങൾ 2015 ഈ സ്ഥാപനം എടപ്പള്ളിയിലാണ് തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ അവിടെ വേറൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ 19 ഈ ഷോറൂം കിട്ടി. ഓക്കെ. ഇതൊരു ബൈക്കിൻ്റെ ഷോറൂം ആയിരുന്നു മുൻപ്. ബൈക്കിൻ്റെ ഷോറൂമായിരുന്നു. അതെ. അപ്പോൾ ഞങ്ങളത് കാർ സ്മൂത്തറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാർ തീം മനസ്സിലുണ്ടായിരുന്നു, ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വണ്ടികൾ ചെറുപ്പം മുതലേ വളരെയധികം ഇഷ്ടപ്പെട്ട ആളാണ് ഞാൻ. വണ്ടി പ്രേമി, വണ്ടി ഭ്രാന്തനാണ്. ഞാൻ പറയാത്ത ആ ഒരു കാര്യം ജനങ്ങൾ വിട്ടുവരില്ല. വണ്ടി ഭ്രാന്തനാണ്. സമ്മതിക്കുന്നതിൽ തെറ്റൊന്നും ഇതില്ല, യാതൊരു മാനക്കേടുമില്ല. ഓക്കെ. ഞാൻ വണ്ടിഭ്രാന്തനായതുകൊണ്ടാണ് കാർ സ്മൂത്തർ ഉണ്ടായതും ഈ കാർ തീമെല്ലാം അങ്ങനെ സെറ്റ് ചെയ്തത്. മനസ്സിലായി. അത് പലവട്ടം പൊള്ളാച്ചി, കോയമ്പത്തൂർ, മേട്ടുപ്പാളയം എല്ലാം പോയിട്ട് പഴയ വണ്ടികളുടെ സ്പെയർ വാങ്ങിക്കൊണ്ടെന്ന് ഇവിടെ വർക്ക്ഷോപ്പിൽ കൊടുത്ത് ടേബിളായിട്ടും കുഷൻ സീറ്റൊക്കെ ആയിട്ട് ചെയ്യുകയാണ് ചെയ്തത്. മനസ്സിലായി. പ്രേക്ഷകരോടാണ്, അതായത് ഞാൻ ആ ഒരു അംബാസഡർ സീറ്റിൽ പോയിരുന്നു. ഞാൻ ചോദിച്ചു, ഇതൊരു ഷോപ്പ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് വിൽക്കുന്നോ ഞാൻ ചോദിച്ചതന്നെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഒരു 80,000 രൂപ ചിലവാക്കാനുണ്ടെങ്കിൽ പൊള്ളാച്ചി പോയിട്ട് നമുക്ക് ചെയ്തെടുക്കാം, കോയാസിൻ്റെ സീറ്റൊക്കെ വെച്ചല്ലേ ചെയ്തെടുക്കാം, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കാർ സ്മൂത്തർ എന്നുള്ള പേര് ശരിക്കും കാർ സ്മൂത്ത് ആക്കുക എന്നുള്ള ഒരു കാര്യമായിട്ട് കാണാൻ തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ ഒരു കാര്യമുണ്ട്, കാർ സ്മൂത്തർ തുടങ്ങിയത് ഇത്ര കാലം മുന്നേ ആണെന്ന് പറഞ്ഞു, ലെഗസി ഉണ്ടെന്ന് പറഞ്ഞു. 2015. അപ്പോൾ ശരിക്കും 2015 തുടങ്ങിയിട്ട് ഇവിടെ വന്ന് 2018 അല്ലേ? അപ്പോൾ ഇതിൻ്റെ 19. അപ്പോൾ ഇതിൻ്റെ ചരിത്രം ഒന്ന് പറയാമോ? അതായത് നിങ്ങളുടെ കാർ സ്മൂത്തറിൻ്റെ ചരിത്രം ഒന്ന് പറയാമോ? എങ്ങനെയാണ് നിങ്ങൾ മർച്ചന്റ് നേവിയിലാണെന്ന് എനിക്കറിയാം, അത് ആയിരുന്നു എനിക്കറിയാം, കാരണം ഞാൻ ഫോട്ടോ ഉണ്ട്, നമ്മൾ പരിചയപ്പെട്ട പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ല, ഒരു നല്ല പൊസിഷൻ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്നൊരു കാറിൻ്റെ ഒരു ആക്സസറി ഷോപ്പ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ഷോപ്പ് തുടങ്ങാനായിട്ട് വരുമ്പോൾ അതിനകത്ത് ഒരുപാട് ഇന്നർ എലമെൻറ്റ്സ് ഉണ്ടാവും. അതൊക്കെ എന്താണെന്ന് പറയാൻ പറ്റും? അതായത് ശരിക്ക് ഞാൻ 2005 വരെ ഒരു 15 കൊല്ലം ഷിപ്പിൽ സെയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. റേഡിയോ ഓഫീസറായിരുന്നു. ശരി. അത് കഴിഞ്ഞ് 2005 മുതൽ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ കാരണം എനിക്ക് സെയിലിംഗ് നിർത്തേണ്ടി വന്നു. ഓക്കെ. 2005 മുതൽ 2010 വരെ ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ HR ആയിരുന്നു ഞാൻ, എറണാകുളത്ത് തന്നെ. അത് കഴിഞ്ഞ് മറ്റൊരു ഷിപ്പിംഗ് കമ്പനിയുടെ ജനറൽ മാനേജറായിട്ടൊരു അസൈൻമെൻറ്റ് കിട്ടി. 2015 വരെ 5 കൊല്ലം ഞാൻ ആ ഷിപ്പിൻ്റെ ഹിൻഡർലാൻഡ് ഷിപ്പിങ്ങിൻ്റെ ജനറൽ മാനേജറായിരുന്നു. ശരി. അപ്പോൾ അവർ പിന്നെ ഇവിടുന്ന് ദുബൈക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. അങ്ങനെ ഞാൻ വേറെ കമ്പനിയിൽ കയറണം എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് എനിക്കൊരു മിറ്റ്സുബിഷി ഔട്ട്ലാൻഡർ ഉണ്ട്. ഓക്കെ. ആ വണ്ടിക്ക് ഒരു പുതിയൊരു പ്രോഡക്റ്റ് ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അത് ഇട്ടു എന്നത് മാത്രമാണ് ഞാൻ ചെയ്തൊരു കുറ്റം. അത് കോയിൽ സ്പ്രിംഗ് ബഫർ എന്നാണ് പറയുക. ശരി. അത് കൊറിയൻ മേക്കാണ്. ഓക്കെ. ഈ കോയിൽ സ്പ്രിംഗ് ബഫേഴ്സ് ഇപ്പോൾ ഒരുപാട് നാട്ടിൽ അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ പേറ്റന്റഡ് കമ്പനി TTC കൊറിയ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായി, കൊറിയൻ മേക്കാണ്. അതിന്റെ ഡീലർഷിപ്പ് എടുത്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അങ്ങനെയാണ്. അതാണ് ഡീറ്റെയിൽ ഷോപ്പിൽ വരുന്നതിന് മുന്നേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ? ഔട്ട്ലാൻഡറിൽ ഇത് ഫിറ്റ് ചെയ്തു. കാരണം വണ്ടി നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്യും, കൺട്രോളും സേഫ്റ്റി എല്ലാം കൂടുതലാണ്. ആ ഔട്ട്ലാൻഡർ ഇന്നോവയുടെ സൈസ് ഉണ്ടെങ്കിലും 1 ടൺ വെയിറ്റ് കുറവാണ്, 1650 കിലോ ഉള്ളൂ. ലൈറ്റ് വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വോബ്ലിംഗ് കൂടുതലാണ്. നമ്മളൊരു യു ടേൺ തിരിച്ചു കഴിഞ്ഞാൽ ഒരു 4-5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയ്ക്ക് ചെയ്താൽ സ്റ്റഡി ആവുള്ളൂ. ബോഡി റോളിന്റെ പ്രശ്നം. ഇറ്റ് വാസ് അനോയിങ്. ബോഡി റോൾ വാസ് അനോയിങ്. അതിന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഈ കോയിൽ സ്പ്രിംഗ് ബഫർ എന്ന പ്രോഡക്റ്റ് ഫിറ്റ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു മൂന്നാർ കാന്തല്ലൂർ ട്രിപ്പ് ഉണ്ടായിരുന്നു. അടിമാലിയിൽ എത്തുന്നതിന് മുമ്പ് മനസ്സിൽ ലഡ് പൊട്ടി. ഫിറ്റ് ചെയ്ത ആളോട് വിളിച്ചിട്ട് സബ് ഡീലർഷിപ്പ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങിയതാണ് കാർ സ്മൂത്തർ. അതുകൊണ്ടാണ് കാർ സ്മൂത്തർ എന്ന പേര്. അതാണ് കാർ സ്മൂത്തർ. ഈ ഒരു പോളിഷിംഗ് അല്ല, പോളിഷിംഗ് എല്ലാം പിന്നീട് ആഡ് ഓൺ ചെയ്തതാണ്. അതുകൊണ്ടാണോ ആ ഒരു ബഫറിന്റെ ഒരു സംഭവം? അതെ, നമ്മളത് അത് ഒരു ലൈവ് എക്സാമ്പിൾ. അത് ഒറിജിനൽ സ്ട്രെറ്റ് ആണ് ഒരു വണ്ടിയുടെ, സാൻഡ്രോയുടെ സ്ട്രെറ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് വരുന്നത് എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. അൺബിലീവബിൾ കംഫർട്ട്. റൈഡ് കംഫർട്ട് കൂടും,
കൺട്രോൾ കൂടും, സേഫ്റ്റി കൂടും, വണ്ടി സ്കിഡ് ചെയ്തൊന്നും പോവില്ല. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഡീറ്റെയിലിംഗിലേക്ക് വന്നു പറഞ്ഞു. അതെ, അവിടെ നിന്ന് വന്ന് പതുക്കെ പോളിഷിംഗ് തുടങ്ങി. അപ്പോൾ എടപ്പള്ളിയിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. എടപ്പള്ളി ഗണപതി മുമ്പിലായിരുന്നു, സ്വന്തം സ്ഥലത്താണ് സ്റ്റാർട്ട് ചെയ്തത്. മനസ്സിലായി. അപ്പോൾ നമ്മുടെ ആൾക്കാർ, ഉപദേശിക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഈ ഭാഗത്ത് കാർ വാഷ് ഇല്ല, നിനക്കൊരു പോളിഷിംഗ് തുടങ്ങിയാൽ എന്താ, അങ്ങനെ പോളിഷിംഗ് സ്റ്റാർട്ട് ചെയ്തു. നല്ല വിധത്തിലുള്ള ഉപദേശമാണ്, നല്ല ഉപദേശം. അതെ, പോസിറ്റീവ് ഉപദേശം എപ്പോഴും എടുക്കണമല്ലോ. അപ്പോൾ പോളിഷിംഗ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്കും ചേട്ടന്മാർ, വിനോദ ഒരു പമ്പ് മേടിക്കട, വാഷ് ചെയ്ത് കട വണ്ടി. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഞങ്ങൾ പോളിഷിംഗ് തുടങ്ങിയ സമയത്തും പുറത്തു കൊടുത്ത വാഷ് ചെയ്തിരുന്നത്. അതെ, പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വണ്ടിപ്രാന്തനായതുകൊണ്ട് തന്നെ ഒരുപാട് വണ്ടികൾ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു സർവീസ്, പോളിഷ് ചെയ്ത് മിനിക്ക് വണ്ടി എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് പോകുമ്പോൾ പലയിടത്തും അറിയാലോ, ചിലയിടത്ത് വെട്ടിക്കൊല, ചിലയിടത്ത് കുത്തിക്കൊല എന്നുള്ള രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വന്നപ്പോൾ നമ്മൾ ബഫറിൻ്റെ ഡീലർഷിപ്പ് ഏതായാലും എടുത്തു. അപ്പോൾ പിന്നെ പോളിഷിങ്ങും വാഷിങ്ങും എല്ലാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ അങ്ങനെ പതുക്കെ നല്ല രീതിയിലുള്ള സർവീസ് നാട്ടുകാർക്ക് കൊടുക്കണം എന്നൊരു ഇൻറ്റൻഷനിലാണ് ബാക്കിയെല്ലാം ഞങ്ങൾ ആഡ് ചെയ്തത്. ഓക്കെ. അപ്പോൾ പോളിഷിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയുമ്പോൾ, പല വിധത്തിലുള്ള സെറാമിക് കോട്ടിംഗ് ആണെങ്കിൽ ഗ്രാഫൈൻ ആണെങ്കിലും ഉണ്ട്, പല കോമ്പൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്, പലവിധം പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് എന്താണ്? ഈ ഒരു സി ക്ലാസ് നന്നായി തന്നെ അല്ലെങ്കിൽ കിടപ്പുണ്ട്. അതെ, ഞങ്ങളിപ്പോൾ പോളിഷിങ്ങിന് മെയിൻലി ഉപയോഗിക്കുന്നത് ജർമ്മൻ പ്രോഡക്റ്റാണ്. മെൻസർന, പിന്നെ കോച്ച് കെമി എന്നൊക്കെ പറഞ്ഞ് ജർമ്മൻ ഇമ്പോർട്ടഡ് മെറ്റീരിയൽസ് അവൈലബിൾ. അപ്പോൾ പോളിഷിങ്ങിനും ഡീറ്റെയിലിങ്ങിനും ആ ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യുക. ഇതിപ്പോൾ 1 ഇയർ മുമ്പ് നമ്മൾ ഗ്രഫീൻ പ്രൈം 10H കോട്ട് ചെയ്തതാണ്. അതെ, ഇത് കണ്ടോ, ഗ്രാൻഡ് പ്രിക്സ് മോട്ടോ കെയർ എന്ന് പറയുന്ന ഒരു US കമ്പനിയുടെ നമ്മൾ ഓൾ ഇന്ത്യ ഡീലേഴ്സ് ആണ്. ഗ്രഫീൻ ഞങ്ങൾക്ക് 3 ഗ്രേഡ് സെറാമിക് കോട്ടിംഗ് ഉണ്ട്, 2 ഗ്രേഡ് ഗ്രഫീൻ ഉണ്ട്. അതിൽ ഗ്രഫീൻ പ്രൈം 10H എന്ന് പറയുന്ന ഗ്രേഡ് വെച്ചിട്ട് 1 ഇയർ മുമ്പ് ചെയ്തതാണ്. 5 വർഷം വാറണ്ടി, 3 ലെയർ ചെയ്യും, 5 വർഷം വാറണ്ടി, 2 ആനുവൽ ഫ്രീ സർവീസ്. ഇത് ഫസ്റ്റ് ഫ്രീ സർവീസിന് വന്ന് സർവീസ് കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്, ഇന്ന് ഡെലിവറി ചെയ്യണം. മനസ്സിലായി. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പോൾ നമ്മളെപ്പോഴും കാറുകളുടെ എക്സ്റ്റീരിയറിനെ ഭയങ്കരമായിട്ട് പോളിഷ് ചെയ്യാനും അല്ലെങ്കിൽ തിളക്കിക്കൊണ്ട് നടക്കാനൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇന്റീരിയർ ക്ലീനിങ് ചെയ്യാനായിട്ട് എന്താ ഉപയോഗിക്കുന്നത്? ഇതേ പ്രോഡക്ട്സ് തന്നെ. കോച്ച് കമ്മിയുടെ ഓൾ പർപ്പസ് ക്ലീനർ ഉണ്ട്, ഷാംപൂസ് ഉണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന പാക്കേജ് മൊത്തം വണ്ടിയാണ്. മൊത്തം വണ്ടി ഗ്രഫീനിലോ സെറാമിക്കിലോ ഡിപ്പ് ചെയ്തെടുക്കുന്ന പോലെയാണ് നമ്മുടെ ഫുൾ സർവീസ്. അത് എന്താ പറയുന്നത്, 3 ലെയർ എന്ന് പറഞ്ഞാൽ 3 ലെയർ തന്നെ ചെയ്യും, പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. കാരണം ഓരോ വണ്ടിയും എൻ്റെ സ്വന്തം വണ്ടി എന്നുള്ള രീതിയിലാണ് ഞാൻ ഡീൽ ചെയ്യാൻ പറയാറ്. സർവീസാണ് മെയിൻ. കാരണം അതിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. റേറ്റിൽ നമുക്ക് കോമ്പറ്റ് ചെയ്യണ്ട, ഞാൻ ക്വാളിറ്റിയിലാണ് കോമ്പറ്റ് ചെയ്യുന്നത്. എൻ്റെ ഈക്വലൻ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റും സർവീസും ഏതാണ്ട് ഞാൻ ഒരു 40-45,000 ചാർജ് ചെയ്യുന്നിടത്ത് അതിൻ്റെ ഇരട്ടിയൊക്കെയാണ് മറ്റ് സ്റ്റാൻഡേർഡുള്ള. കാരണം ഇത് ഒരുപാടുണ്ട്, സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് നോൺ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റേഴ്സും ഉണ്ട്. മനസ്സിലായി. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇനി എന്തുകൊണ്ട് കാർ സ്മൂത്തർ, എന്തുകൊണ്ട് ഒരു കസ്റ്റമറിന് കാർ സ്മൂത്തർ എന്നുള്ളതാണ്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു അംബാസഡറിൻ്റെ സോഫയൊക്കെ ഇരുന്ന് ചോദിക്കാം. ആയിക്കോട്ടെ. ഈ സോഫകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പൊള്ളാച്ചി കണക്ഷനുള്ള അംബാസഡറിൻ്റെ സോഫ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് വരാം. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഇവിടെ കാർ സ്മൂത്തിൽ കൊടുന്ന് ഒരു ഗ്രാഫൈൻ ചെയ്യാന്നിരിക്കാം. എനിക്കിവിടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് പോയി ചോദിക്കാം, കാര്യങ്ങളൊക്കെ എടുക്കാം. എന്നെ എന്തുകൊണ്ടാണ് കാർ സ്മൂത്തറിലേക്ക് കൊണ്ടുവരിക, എന്താണ് കൊണ്ടുവരിക എന്ന് പറയാൻ പറ്റും? കാർ സ്മൂത്തറിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നതും അദ്ദേഹം തന്നെ മറ്റു പലരോടും കാർ സ്മൂത്തർ സജസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായി, അത് ഒരു പോയിന്റാണ്. നമ്മുടെ ക്വാളിറ്റിയും സർവീസും കൊണ്ടാണ്. ക്വാളിറ്റി സർവീസും കൊണ്ട്. കാരണം കാർ സ്മൂത്തറിൻ്റെ ഇപ്പോൾ ഞങ്ങളുടെ പഴയൊരു ഇതുണ്ടായിരുന്നു, കാറ്റലോഗ്. അതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ, യുവർ കാർ ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്, മേക്ക് ഇറ്റ് സ്റ്റാൻഡ് ഔട്ട് എന്നാണ്. മനസ്സിലായി. കാരണം ഒരു മുഷിഞ്ഞ കാറിൽ, ഒരു ഇടിച്ചു പൊളിഞ്ഞ പെയിൻറ്റും ഇല്ലാത്ത കണ്ടീഷനിലുള്ള ഒരു കാറിൽ നമ്മളൊരു സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ നമ്മൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ടിട്ടും കാര്യമില്ല, വില അപ്പം തന്നെ വീഴും. കാർ നമ്മുടെ ഐഡന്റിറ്റിയാണ് ടോട്ടലി. യുവർ കാർ ഈസ് യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ കാർ ഈസ് പലരുടെയും ബേസിക് സ്വഭാവം നമുക്ക് കാർ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. ചില വണ്ടിയൊക്കെ കുത്തിക്കയറ്റിയൊക്കെ പോകുമ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് പറയുന്നത്, അവൻ്റെ സ്വഭാവം കണ്ടോ, ബമ്പറും സൈഡും കംപ്ലീറ്റ് ഇടിച്ച് ചെയ്താൽ ഇതാണ് അവൻ്റെ സ്ഥിരം സ്വഭാവം, അവൻ പോട്ടെ എന്ന് പറയും. മനസ്സിലായി. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ USP, ഞങ്ങൾ എല്ലാ കാറും ഞങ്ങളുടെ സ്വന്തം കാർ പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്നതാണ്. പറയുന്ന വാക്ക് പാലിക്കുകയും ചെയ്യും. മനസ്സിലായി. 3 ലെയർ എന്ന് പറഞ്ഞാൽ 3 ലെയർ തന്നെ ചെയ്യും. പലരും ടോപ്പ് ലെയർ ഒക്കെ ഒഴിവാക്കി വിടാറുണ്ട്. ഒരു ലെയർ പലരും പല ലെയറുകളുടെ എണ്ണം പറയാറുണ്ട്, 8 ലെയർന്നോ 7 ലെയർ എന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി ഈ സെറാമിക് അതുപോലെ ഗ്രഫീനും സെറാമിക് തന്നെയാണ്. ഗ്രഫീൻ എന്ന് പറയുന്ന ഗ്രാഫൈറ്റ് കാർബൺ ബേസ്ഡ് മെറ്റീരിയൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം ശരിയാണ്. പ്രോപ്പർട്ടിയും അതിൻ്റെ ആപ്ലിക്കേഷനും അതിൻ്റെ പ്രോസസ്സും എല്ലാം സെയിം തന്നെയാണ്. മെറ്റീരിയൽ മാത്രമാണ് വ്യത്യാസം വരിക. ശരിക്കും ആക്ച്വലി പറഞ്ഞാൽ നല്ല മെറ്റീരിയൽ ആണെങ്കിൽ കമ്പനി പറയുന്നത് ഒറ്റ ലെയർ മതി. ഒരു ലെയറിൽ ഒരു ലെയർ തീരുന്ന പറയുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഹ്യൂമൻ ആപ്ലിക്കേഷൻ ആണ്, നമ്മൾ ബൈ ഹാൻഡാണ് ചെയ്യുക. അപ്പോൾ ഒരു ലെയർ ചെയ്തിട്ട്
അടുത്ത ലെയർ ചെയ്യുമ്പോൾ അൺഫിൽഡ് ആയിട്ടുണ്ടെങ്കിൽ അത് ലെവലപ്പ് ആവും. മൂന്നാമത്തെ ലെയർ ചെയ്യുമ്പോൾ ഒരു പൊടിക്കും പഠിക്കുന്നവർ മൈക്രോൺ, അത് അത്രയും വലിയ മൈക്രോൺ മീറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഒരു ലെയർ തിക്നെസ് കൂടും. ശരിക്കും പെയിന്റിന്റെ ലെയർ വരുന്ന പോലെ ഇത് 1, 2, 3 ലെയർ നമുക്ക് ഡിസെക്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ പെയിന്റിന്റെ കാര്യം ഞാൻ എല്ലാ വീട്ടിലും പറയുന്നത്, അതായത് ബേസ് കോട്ട് എന്ന് പറയുന്നത് പ്രൈമറാണ്, അതിന്റെ മുകളിൽ ഒരു പെയിന്റ് ആക്ച്വൽ കോട്ട്, അതിന്റെ മുകളിൽ ശരിക്കും പറഞ്ഞാൽ ക്ലിയർ, അതിന്റെ മുകളിലാണ് നമ്മുടെ ഒരു സെറാമിക്. അതിന്റെ മുകളിലാണ് ശരിക്കും നമ്മൾ സെറാമിക്കും ഗ്രഫീനും കോട്ട് ചെയ്യുമ്പോൾ പെയിന്റിന്റെ അപ്പർ ലെയറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പെയിന്റിന്റെ അപ്പർ ലെയറും ഈ ഗ്ലാസി ലെയറും, ശരിക്കും സിലിക്കൺ എന്ന് പറയുന്ന ഗ്ലാസ് ആണ്, സിലിക്കൺ ഡയോക്സൈഡ് ആണ് ബേസ് മെറ്റീരിയൽ സെറാമിക്കിന്റെ. അത് ഒരു ഗ്ലാസ് ലെയറായിട്ട് പെയിന്റിന്റെ അപ്പർ ലെയർ ഈ ഗ്ലാസ് ലെയറുമായിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിലൂടെ മാറും. നമുക്കത് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റില്ലെങ്കിൽ കൂടി അവിടെ ഒരു കവറിങ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം എനിക്ക് പേഴ്സണലി ഇത് പറയാൻ പറ്റും. ഞാൻ എൻ്റെ വണ്ടി മേടിച്ചിട്ട് ആ ഒരു ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് സെറാമിക് കോട്ട് ചെയ്തിട്ട് ഞാൻ 7ാമത്തെ വർഷം വീണ്ടും ഗ്രാഫൈൻ ചെയ്യുമ്പോഴും എനിക്ക് ആ പെയിന്റ് ക്വാളിറ്റി പുതിയതുപോലെ തന്നെ തോന്നാൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു കോട്ടിംഗ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പല കാറുകളും ആ ഒരു ഹെയർ ലൈൻ സ്ക്രാച്ചസ് ഉണ്ടാവും, അതല്ലെങ്കിൽ വെള്ളയാണെങ്കിൽ ഒരു മഞ്ഞ പോലെ കളർ പിടിച്ചിട്ടുണ്ടാവും, അങ്ങനെയുള്ള കുറച്ചധികം പ്രശ്നങ്ങൾ കാണും. അപ്പോൾ ഈ ഒരു കാർ ഡീറ്റെയിലിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ കാറിൻ്റെ ആ ഒരു എന്താ പറയുക പുതിയതായിട്ട് ചെയ്യുന്ന കോട്ടിങ്ങുകളാണെങ്കിലൊക്കെ തന്നെയും പെയിന്റ് ക്വാളിറ്റിയെ ശരിക്കും ബാധിക്കുമെന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയേണ്ട കാര്യമാണ് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാറിൻ്റെ വണ്ടികളുടെ കായകൽപ്പമാണ് ഈ പറയുന്ന ഗ്രഫീനും സെറാമിക്കും. പുനർജന്മം എന്ന് പറയുന്നത് പഴയ വണ്ടികളാണ് നമ്മൾ പുനർജന്മം കൊടുത്ത് നിയർ ടു ഷോറൂം കണ്ടീഷനിലാക്കിയിട്ടാണ് കോട്ട് ചെയ്യുക. ഉറപ്പായിട്ടും അത് പ്രിസർവ് ചെയ്യപ്പെടും. മനസ്സിലായി. പക്ഷെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, പുതിയ വണ്ടി എടുത്താൽ എങ്ങനെ വന്നാലും ഒരു ആവറേജ് ഇന്ത്യക്കാരൻ 5 കൊല്ലം 6 കൊല്ലം ഒരു വണ്ടി യൂസ് ചെയ്യും. ചിലപ്പോൾ അതിൽ കൂടുതൽ. എന്റെ വണ്ടി ഔട്ട്ലാൻഡർ ഇപ്പോൾ 10 കൊല്ലായി, 12 കൊല്ലായി. നമ്മൾ മാക്സിമം യൂട്ടിലൈസേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ നിന്ന് മേടിക്കുന്ന അതേ കണ്ടീഷനിൽ പെയിന്റ്, കാരണം കാറിന് വയസ്സാവുന്നത് പെയിന്റ് ഡള്ളാവുമ്പോഴാണ്. അതെ, ഒറ്റ മോഡലിൽ മനസ്സിലാവും. നമുക്ക് വയസ്സാവുന്നത് തൊലി ചൊലിയുമ്പോഴാണ്. ശരിയാണ് എന്ന് പറഞ്ഞ പോലെ അപ്പൊ ആ കാറിന്റെ പെയിന്റ് എക്സ്റ്റീരിയർ എലമെന്റ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് ആ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാണ് ചെയ്യുക. മനസ്സിലായി. അപ്പം നമ്മളുടെ അടുത്ത് ഗ്രഫീൻ കോട്ട് ചെയ്ത വണ്ടി അല്ലെങ്കിൽ സെറാമിക് കോട്ട് ചെയ്ത വണ്ടി ഞങ്ങൾ 5 കൊല്ലം വാറണ്ടി കൊടുക്കുന്നത്, ഈ 5 കൊല്ലവും നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചുപയോഗിച്ചാൽ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയ പോലെ തന്നെ ഇരിക്കും. മനസ്സിലായി. ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്. കാരണം നമ്മളിവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനുള്ളത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബഫറിൻ്റെ കാര്യം പറഞ്ഞു, ആക്സറീസ് കുറേ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതുപോലെ കോട്ടിങ് ഉണ്ട്. അപ്പോൾ ബീങ് എ വണ്ടിപ്രാന്തൻ അല്ലെങ്കിൽ വണ്ടി പ്രേമി എന്ന് പറയുന്ന ആളെന്ന നിലയ്ക്ക് ഇപ്പോൾ മർച്ചൻ്റ് നേവിയിൽ നിന്ന് ജോലി മാറ്റി വന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയുന്നത്, ചോദിക്കാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയല്ലേ ഈ ഒരു കാർ സ്മൂത്തർ? തീർച്ചയായിട്ടും ഒരു പാഷനോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിപ്പോൾ പൊള്ളാച്ചിയിൽ നിന്നും മേട്ടുപ്പാളയത്തു നിന്നൊക്കെ പഴയ വണ്ടിയുടെ പാർട്സ് ചുമന്ന് കൊണ്ടുവന്ന് ഇവിടെ കൊടുത്ത് വർക്ക്ഷോപ്പിൽ കൊടുത്ത് നമ്മളുടെ ഐഡിയയിൽ ഫ്രെയിം ചെയ്ത് എടുക്കുന്നു. പഴയ അംബാസഡർ കുഷൻ സീറ്റ് ചെയ്യാറുള്ള ഒരു അപ്പോൾസ്ട്രിക്കാരനെ കണ്ടുപിടിച്ച് അങ്ങനെ കൊണ്ട് ചെയ്യിച്ചാണിത്. അത് മാത്രമല്ല, എനിക്ക് ആ ഔട്ട്ലാൻഡറിൽ ഉണ്ടാകുന്ന ഒരു കൗതുകം. കാരണം ഞാനും ഫോർഡ് ഇപ്പോൾ ഇന്ത്യ വിട്ട് പോയി പലരും പറഞ്ഞു വണ്ടി വിറ്റോ, ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ആ പാഷൻ കൊണ്ട് ആ വണ്ടിയോടുള്ള ഒരു കെയർ കൊണ്ട് കൊണ്ടുനടക്കുന്നതാണ്. സെയിം തന്നെയാണ് മിസ്റ്റർ ഇന്ത്യയിൽ ഇല്ലല്ലോ. അപ്പോൾ ഔട്ട്ലാൻഡർ അങ്ങനെ കൊണ്ടുനടക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും ആ ഒരു വണ്ടിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇവരുടെ വർക്ക്ഷോപ്പ് താഴെയാണ്. ആ ഒരു വർക്ക്ഷോപ്പിൻ്റെ കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതായത് ഇവരെന്താണ് ചെയ്യുന്നത്, ആദ്യത്തെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരിക്കും ഇത്രയും സമയം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞത്, ഒരുപാട് പ്രീമിയം വണ്ടികൾ ഞാൻ അവിടെ കണ്ടു. അതായത് മെട്രോയുടെ ആ ഒരു സ്റ്റേഷനടുത്താണ് ഈ ഒരു സ്ഥാപനം എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് ഇനി വേണ്ടത്, എന്തിന് ആളുകൾ കാർ സ്മൂത്തർ ഞാൻ ചോദിച്ച ഒരു വിധം, പക്ഷേ ഇവിടെ വന്നാൽ എന്ത് കിട്ടുമെന്നുള്ള കാര്യം സാറിൻ്റെ പക്ഷം ഒന്ന് പറയാം. അത് മാത്രമല്ല ലൊക്കേഷനെ കുറിച്ചൊന്ന് പറയാം. അങ്ങനെ നമുക്ക് ആ ഒരു എന്താ പറയുക ആളുകളെ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ആളുകൾ പറഞ്ഞത് തന്നെയാണല്ലോ. ആളുകൾ വരണം, നമ്മളെ അറിയണം, നമ്മുടെ സർവീസ് അറിയണം. ഓക്കെ, ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് എന്തുകൊണ്ട് കാർ സ്മൂത്തർ എന്ന ചോദ്യത്തിന് സിമ്പിൾ ഉത്തരം, വി ആർ ട്രൈയിങ് ടു ഗീവ് ദ ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ TTC കൊറിയ കുഷൻ ബഫർ. മനസ്സിലായി. എൻ്റെ ലൈഫും മാറ്റിയതും കാർ സ്മൂത്തറിൻ്റെ ലൈഫ് തുടങ്ങിയതും ഈ ഒരൊറ്റ പ്രോഡക്റ്റിലാണ്. ഓക്കെ, അപ്പം ഇത് TTC കൊറിയ ഇവരാണ് ഇതിൻ്റെ ഇൻവെൻറ്റേഴ്സ്. ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് ഇന്ത്യനും ചൈനീസും എല്ലാം അവൈലബിൾ ആണ്. കോമ്പറ്റീറ്റേഴ്സ് ഒരുപാടുണ്ട്. മേ ബി ഇതിൻ്റെ പകുതി വിലയ്ക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു കംഫർട്ടും ഈ ഒരു ഡ്യൂറബിലിറ്റിയും കുഷനിങ്ങും ഇതിന് മാത്രം സ്വന്തമാണ്. മനസ്സിലായി. ഔട്ട്ലാൻഡറിൻ്റെ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ നമ്മൾ 17,000 വണ്ടികൾ ചെയ്തു കഴിഞ്ഞു. എല്ലാ വണ്ടിക്കും ഭയങ്കര കംഫർട്ട്, സ്റ്റെബിലിറ്റി, കംപ്ലയിൻസ് വളരെ കുറവാണ്, വളരെ കുറവാണ്. അപ്പം ഞാൻ പറയുന്നത് കാര്യം, മറ്റൊരു പ്രോഡക്റ്റ് എടുത്താൽ എനിക്ക് ഇതിൽ കൂടുതൽ മാർജിൻ കിട്ടും.
ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് നമ്മളല്ല, നമുക്ക് ഓൾ കേരള ഡീലർഷിപ്പും ഡിസ്ട്രിബ്യൂഷനാണ് ഉള്ളത്. ഇത് ബോംബെ നിന്നാണ് വരുന്നത്. അപ്പോൾ മാർജിൻ കുറവാണ്. പക്ഷേ ഇത് ഫിറ്റ് ചെയ്ത് പോകുന്ന ഒരാൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു തരുന്നൊരു ചിരി, അത് കാർ സ്മൂത്തറിന് വലിയ മുതൽക്കൂട്ടാണ്. മനസ്സിലായി. അതേപോലെ തന്നെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാർ ഡീറ്റെയിലിംഗ് പ്രോഡക്ട്സ്, സെറാമിക് ആണെങ്കിലും ഗ്രഫീൻ ആണെങ്കിലും അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഗ്രഫീൻ. ഈ ഒരു ഗ്രാൻഡ് പ്രിക്സ് മോട്ടോ കെയർ എന്ന് പറയുന്ന കമ്പനിയുടെ ഇതിൻ്റെയും ഓൾ ഇന്ത്യ നമ്മളാണ് ചെയ്യുന്നത്. അത് ശരി, ഓക്കെ. ഓൾ ഇന്ത്യ നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾ ഇന്ത്യ ഡീലർ ആയതുകൊണ്ട് നമ്മളുടെ ബെസ്റ്റ് സർവീസസ് മാക്സിമം റീസണബിൾ റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലായി. ഇപ്പോൾ സാധാരണ ഞാനൊരു വണ്ടിക്ക് ഒരു 45,000 ഒക്കെ ഒരു SUV-ക്ക് കോട്ട് ചെയ്യുകയാണെങ്കിൽ 3 ലെയർ, 5 വർഷം വാറണ്ടി, 2 ഫ്രീ സർവീസ്, 45 കോട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇക്വലൻറ്റോ അല്ലെങ്കിൽ ഒരു പടി ഗ്രേഡ് കുറഞ്ഞ പ്രോഡക്ട്സ് 69-70 ഒക്കെ മേടിക്കുന്നുണ്ട്, 1 ലക്ഷം 1.5 ലക്ഷം വരെ മേടിക്കുന്ന കമ്പനികളുണ്ട്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ മാനുഫാക്ചറർ അടുത്തുനിന്ന് നേരിട്ട് നമുക്കാണ് കിട്ടുന്നത്. ബിക്കോസ് വി ആർ ദ ഓൾ ഇന്ത്യ ഡീലേഴ്സ്. അതുകൊണ്ട് ആൾക്കാരെ കട്ട് ത്രോട്ട് ചെയ്യാതെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് സർവീസ് നമ്മൾ ഒരു റീസണബിൾ റേറ്റിൽ പ്രൊവൈഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ആക്സസറീസും കുറഞ്ഞ കാര്യങ്ങൾ എടുക്കാറില്ല. എന്ത് ഫീൽഡിലും ഏറ്റവും ബെസ്റ്റ് ഏതാണോ അത് ചൂസ് ചെയ്യുക. മനസ്സിലായി. എനിക്ക് ചില കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു വണ്ടിയുടെ സ്നേഹം കൊണ്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി ലൊക്കേഷൻ കൊണ്ടൊന്ന് പറയും. ലൊക്കേഷൻ നമ്മൾ വളരെ എളുപ്പമാണ്. മെട്രോ സ്റ്റേഷൻ്റെ സ്റ്റെപ്പ് നമ്മുടെ ഷോപ്പിലേക്കാണ് ഇറങ്ങുന്നത്. മുട്ടം മെട്രോ സ്റ്റേഷൻ, കളമശ്ശേരി കഴിഞ്ഞിട്ട് ആലുവയുടെ തുടക്കമാണ്. ആലുവ ജില്ലയാണ് ശരിക്കും, റവന്യൂ ജില്ല നോക്കുമ്പോൾ ആലുവയാണ്. പക്ഷെ നമ്മൾ ഏറ്റവും അടുത്ത് കളമശ്ശേരിയും എറണാകുളമാണ്. മനസ്സിലായി. മുട്ടം മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്ത് മെട്രോ കഴിഞ്ഞാൽ, അതായത് ആലുവ കളമശ്ശേരി റൂട്ടിൽ മെട്രോ കഴിഞ്ഞാൽ ആദ്യത്തെ ഷോപ്പ് നമ്മുടെയാണ്. അത്രയും പ്രൊമിനൻസ് ഉണ്ട്, വ്യൂ ഉണ്ട്, ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് ഫ്രണ്ടിൽ. അപ്പോൾ പറഞ്ഞു തന്നിത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ ഒരു കാറിന് ഒരു എക്സ്റ്റീരിയർ പോളിഷിങ്ങോ അല്ലെങ്കിൽ ഇതുപോലുള്ള ആക്സസറീസോ അത് മാത്രമല്ല ഇൻറ്റീരിയർ ക്ലീനിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയും അപ്രോച്ച് ചെയ്ത് നോക്കാവുന്ന ഒരു ഷോപ്പാണ് ഈ ഒരു മുട്ടത്തുള്ള കാർ സ്മൂത്തർ എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഒരു വെഹിക്കിൾ എന്തൂസിയാസ്റ്റ് എന്ന രീതിയിൽ ഞാൻ ഇവിടുന്ന് ബാംഗ്ലൂരൊക്കെ പോയിട്ട് സാധനങ്ങൾ എൻ്റെ വണ്ടിക്ക് വേണ്ടി മുൻപ് എനിക്ക് ലാൻസർ ഉണ്ടായിരുന്നു, അതിന് മുമ്പ് റെസ്റ്റീം ഉണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂർ പോയിട്ടും കോയമ്പത്തൂർ പോയിട്ടും ഓരോ സർവീസും ആക്സസറീസ് എല്ലാം പ്രൊക്യൂർ ചെയ്യേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ നമ്മൾ കാർ സ്മൂത്തറിൽ ഞാൻ എൻ്റെ സ്റ്റാഫിനോടും ട്രെയിനിങ് കൊടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്ന മോട്ടോ, ഇഫ് യു ഹാവ് ദ സർവീസ് ആൻഡ് ഇഫ് യു ഹാവ് ദ കമ്പോണൻസ് ആക്സസറീസ് വി ഗിവ് ബെസ്റ്റ് സർവീസ്. മനസ്സിലായി. ഇഫ് യു ഡോണ്ട് ഹാവ് ഇറ്റ് we will outsource it. Okay. If you are unable to outsource it, we will guide you to the right person. Because you will get an answer in car smoother. Whatever it is. കാറും ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും you will get a definite answer from customer. ഒരു കസ്റ്റമർ നൽകുക അതാണ് വേണ്ടത്. താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. ഏതായാലും വണ്ടിപ്രാന്തനിൽ ഈ വണ്ടിപ്രാന്തന് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നതിൽ നന്ദി. താങ്ക് യു വെരി മച്ച്. ഏറ്റവും നല്ല പ്രോഡക്ട്സ്, ഏറ്റവും നല്ല സർവീസ്, ഏറ്റവും നല്ല ആഫ്റ്റർ സെയിൽ സർവീസ് വിത്ത് എ സ്മൈൽ കാർ സ്മൂത്തർ ഗ്യാരണ്ടി ചെയ്യും. ചെയ്ത്